ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ആത്മഹത്യയെക്കുറിച്ച്? ഇങ്ങനെ തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ട്, ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം എന്താണ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറ്റിക്കുന്ന പോലും നമ്മൾ അറിയില്ല. അത്രയും ഒരു പക്വത എത്തിക്കഴിഞ്ഞാൽ സിനിമയിലേക്കോ ആർട്ട് ഫീൽഡിലേക്കോ വരുന്നതിൽ തെറ്റില്ല. ക്ലോസ് ഷോട്ടിന് വേണ്ടിയിട്ട് ഒരു ബേബി അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാട് വീഴാത്ത ദിവസങ്ങളുണ്ടാവില്ല, പൊള്ളും, സ്കിന്ന് പൊള്ളും. അതിൻ്റെ മേളിൽ നമ്മൾ ഈ 3-4 ലെയർ മേക്കപ്പ് ചെയ്ത് വേർത്ത് കുളിച്ച് അത് നമ്മൾ സ്പഞ്ച് ചെയ്ത് തലയിൽ വേർത്ത് ഇറങ്ങി ചുമച്ച് വയ്യാണ്ട് കിടന്നാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. അവർക്കത് സിനിമയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നു, അവർ കാണിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. ഈ ടെമ്പറമെൻ്റൽ ഡിഫറൻസ് മനസ്സിലാക്കാതെ നമ്മൾ വിരലെടുത്തങ്ങ് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവനൊക്കെ ഒരു സിനിമ ഇവരെടുക്കട്ടെ, ഭംഗിയത് അതൊരു വേറെ സ്റ്റൈലാണ്. എന്തായാലും വട്ടല്ലേ, കുറെ ആരാധികന്മാര് കാത്തിരിക്കല്ലേ ഡാഡി മുറിച്ചിട്ടായിട്ട് ഡൈറ്റ് കിടക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചേച്ചിയുടെ കരിയർ എങ്ങനെയാണ് തുടങ്ങിയത്? എങ്ങനെയാണ് അഭിനയത്തിലേക്ക് വരുന്നത്? അഭിനയത്തിലേക്ക് വരുന്നത് ഞാൻ ഫസ്റ്റ് ചിതറിയവർ എന്ന് പറഞ്ഞ മൂവിയാണ് എൻ്റെത്. ശ്രീനിവാസൻ ചേട്ടൻ്റെ അനിയത്തിയായിട്ടാണ് അതിനകത്ത്, സംഗീത രാജേന്ദ്രൻ ചേച്ചിയായിട്ട്. പിന്നെ വന്നത് ഖൽബാൻ ഫാത്തിമ എന്ന് പറഞ്ഞ ആൽബം. ഇപ്പം കല്യാണത്തിന് ശേഷം ഇപ്പോൾ എല്ലാവരും എടുത്ത് കിട്ടുന്നത് ആശകളില്ലാത്ത എൻ ജീവയാത്രയിൽ എന്ന് പറഞ്ഞത്. അതാണ് എൻ്റെ ഫസ്റ്റ് ആൽബം എന്ന് പറയാം. ഞാൻ 10-12ഓളം ആൽബംസ് ചെയ്തു. പിന്നെ ഷോർട്ട് ഫിലിംസ് അമൃത ടി വിക്ക് വേണ്ടി MT വാസുദേവൻ നായരുടെ ഒരു 3 കഥകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ബീന ആൻ്റണി ചേച്ചിയുടെ കൂടെയൊക്കെ ആ സമയത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആഡ്സ് ചെയ്തു, 10-12ഓളം ആഡ്സ് ചെയ്തു. പിന്നെ പച്ചക്കുതിര ബസ് കണ്ടക്ടർ. പിന്നെ ഒരു 12 വർഷം ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നു. ആഗ്രഹമില്ലായിട്ടല്ല, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, സാഹചര്യം ആക്കിച്ചതാ. നമ്മളിപ്പോൾ വിധി എന്ന് പറയുന്നത് നമ്മൾ എന്തോ മോശമായിട്ടാണ് പറയുന്നത്. അപ്പം അതിൽ പോസിറ്റീവ് ഉണ്ടാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ഈ പറയുന്ന വിധി എൻ്റെ വിധി എന്ന് പറയുന്ന വിധി, പക്ഷെ വിധിക്ക് നല്ലതുമാവാം. ആദ്യത്തെ മാരേജുമായിട്ട് ബന്ധപ്പെട്ടാണോ? അതെ അതെ, തീർച്ചയായും. അത് നമ്മൾ അഭിനയിക്കുമ്പം തൊട്ടഭിനയിക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല, അല്ലേ? നമുക്ക് തൊടേണ്ടൊക്കെ തൊട്ടേ പറ്റുള്ളൂ. പിന്നെ എന്താണ്, കൂടെ അഭിനയിക്കുന്നവരോട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം ലൊക്കേഷനിൽ എങ്ങനെയാണ്, നല്ല ഫ്രണ്ട്ലി ആയിരിക്കും എല്ലാവരും, ഒരു കുടുംബം പോലെയാണ്. അതൊന്നും അംഗീകരിക്കാൻ പറ്റാതെ, പക്ഷെ അവരുടെ ഇതുകൊണ്ട് അവർ തന്നെയായിരുന്നു ലൊക്കേഷനിൽ വരികയൊക്കെ ചെയ്തത്. താല്പര്യത്തിൽ തന്നെയായിരുന്നു, എനിക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് പുള്ളി തന്നെയാണ് വിട്ടതും. പക്ഷെ ഈ സംശയം എന്ന് പറയുന്ന മാരകമായ അസുഖം ഉണ്ടെങ്കിൽ ഒരു ഫാമിലി മുന്നോട്ട് പോകില്ലല്ലോ. അതായിരുന്നു ലൈഫിൽ വന്നത്. അങ്ങനെയല്ല, ഈ ഫീൽഡേ അല്ല, ഫീൽഡ് അല്ലെങ്കിലും എന്തോ അത് എൻ്റെ തലവിധി എന്ന് പറയാം. അത് വിധിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, അത് നെഗറ്റീവാണ്. പക്ഷേ അല്ല, അത് നെഗറ്റീവ് ആണല്ലോ ശരിക്ക്. കാരണം ഞാൻ ആ 12 വർഷം വിധി എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആവണമെന്നില്ല, നല്ലതും ആവാം എന്ന് പറയുന്നത്. അല്ല, 12 വർഷത്തോളം ആ ഒരു നല്ല ആ സമയമാണ് പോയത്. ആ സമയത്തൊക്കെ മിന്നുകെട്ട് എന്ന് പറഞ്ഞ സീരിയലൊക്കെ എന്നെ വിളിച്ചാണ്. എനിക്ക് അന്ന് അങ്ങനെ ഇറങ്ങിയായിരുന്നെങ്കിൽ, പക്ഷെ അന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ആവില്ല, അത് വേറെ. പക്ഷെ നമുക്ക് ഈ ജന്മം എന്തൊക്കെ അനുഭവിക്കാനുണ്ടോ അതൊക്കെ നമ്മൾ അനുഭവിച്ചേ പോകാൻ പാടുള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഞാൻ പറയും അത് ചെയ്യരുത്. കാരണം നമുക്ക് എന്തൊക്കെ ഈ ലൈഫിൽ നമുക്ക് എത്രത്തോളം ആയുസ് തന്നിട്ടുണ്ടോ ദൈവം, അത്ര പോലെ പോകണം. നമ്മൾ പോകണം, ദൈവമായിട്ട് കൊണ്ടുപോകുന്ന പോലെ പോകണം, നമ്മളായിട്ട് പോകരുത്. അപ്പോൾ നമ്മൾ അതിനകത്തൊക്കെ എന്തൊക്കെ അനുഭവിക്കാനുണ്ട്, ഇനിയും എന്തൊക്കെ അനുഭവിക്കുക. ഇപ്പം നമുക്ക് ലൈഫിൽ എന്താണ് ഇനി മുന്നോട്ട് ഒന്നും അറിയില്ലല്ലോ. അപ്പം നമുക്ക് അതൊക്കെ അറിയണം, എല്ലാം അറിഞ്ഞ ഒരു ജീവിതത്തിൻ്റെ എൻഡ് വരെ നമ്മൾ എന്തൊക്കെ സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടതെല്ലാം അറിഞ്ഞിട്ടേ പോകും. ചിന്തിച്ചിട്ടുണ്ടോ ആത്മഹത്യയെക്കുറിച്ച്? തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ട്, ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തെങ്കിലും ചെറിയൊരു നിസ്സാര കാര്യം മതി ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഞാൻ വന്നപ്പോൾ കണ്ടു അത്. എനിക്ക് പണ്ട് എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് നിൽക്കാനുള്ള ഒരു ത്രാണി ഉണ്ടായിരുന്നു. ഇപ്പം അതെനിക്ക് കിട്ടുന്നില്ല. എനിക്കത് ഇങ്ങനെ എന്താണെന്നറിയില്ല. ഇനി പ്രായമായി എന്നൊക്കെ പറയില്ല, വയസ്സായി എന്നൊക്കെ പറയുന്നുകൊണ്ടാണോ അല്ലേ, ഈ വയസ്സായല്ലോ. അപ്പോൾ എനിക്ക് മുന്നേ ഈ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു എന്താ പോയേ പറ്റുള്ളൂ എന്നുള്ള ആദ്യമൊക്കെ മരണത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ അവരെങ്ങനെയെങ്കിലും സേഫ് ആക്കണം, ഞാൻ പോയാൽ ആരുമില്ലല്ലോ, അങ്ങനൊരു വന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റും. പക്ഷെ ഇപ്പം എനിക്ക് പറ്റുന്നില്ല. ഇപ്പം എന്തെങ്കിലും ഒന്ന് ചെറിയത് മതി ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഇവിടെ ഒന്നും പിടിക്കാൻ ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു, എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ പറ്റുന്നില്ല,
എനിക്ക് എന്താ അറിയില്ല, അപ്പോൾ എനിക്ക് മൈൻഡ് വേറെ പോവും. നല്ല ശരിയാക്കി തരണം കേട്ടോ. എനിക്ക് സങ്കടം വന്നാൽ എനിക്ക് പറയാൻ ഏട്ടൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഇപ്പം മക്കളെ പ്രശ്നമായാലും എനിക്ക് ഇവിടെയേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടുന്ന് നെഗറ്റീവ് വന്നാൽ എനിക്കത് പറ്റൂല. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ആ കരയാൻ വേണ്ടി കരച്ചിൽ എനിക്കിപ്പം വേണമെങ്കിൽ ഇവർ അറിയാതെ കണ്ട് കരയാം. പക്ഷെ ഞാൻ മുന്നിൽ എനിക്ക് അത് പ്രകടിപ്പിക്കുന്നത് എന്തിനാ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുന്നുള്ളത് കൊണ്ട്, എന്നെ ആശ്വസിപ്പിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ മുമ്പ് നിന്ന് കരയുന്നത്. ഈ പ്രീച്ച് ആവുക അല്ലെങ്കിൽ എൻ്റെ ഒരു വൺ ഓഫ് മൈ പ്രൊഫഷൻസ് പ്രഭാഷണം കൂടിയാണ്. നമുക്ക് ലൈഫിൽ 2 തരത്തിലുള്ള കാര്യങ്ങളാണ് വരിക, ഹിതം ഉചിതം. അപ്പോൾ ഹിതം ഉചിതം എന്ന് പറയുന്നത് 2ആയിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ, ഹിതം എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹമുള്ളത്, എനിക്കിതാണ് വേണ്ടത്, എനിക്കിങ്ങനെ ഇന്ന കാര്യങ്ങൾ വേണം, എനിക്കിങ്ങനെ വേണം, എനിക്കങ്ങനെ വേണം, അത് ഹിതം. പക്ഷേ ദൈവം നമുക്ക് തരുന്നത് അത് ഉചിതം എന്നുള്ളൊരു ഐഡിയൽ എന്നൊരു സാധനം. അത് ഹിതത്തിൻ്റെ അത്രയും നല്ലതാവണമെന്നില്ല, നമുക്ക് തരേണ്ടത് അതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ വേർഡിങ്ങിനെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഉചിതമായ രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം ആസ്വദിക്കാം. ഹിതം തേടി അലയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലൈഫ് വെറുക്കും. എന്തിനാണ് ഈ ആൾക്കാർക്ക് ആത്മഹത്യ അല്ലെങ്കിൽ ആത്മാവിനെ തന്നെ കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ള ആ ഒരു സെൽഫായിട്ട് ഹാം ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹിതം ആഗ്രഹിച്ച് എനിക്കിങ്ങനെ ആയിരിക്കണം വേണ്ടത്, എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കമ്പാരിസണൊക്കെ വന്നു കഴിയുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. നമ്മൾ കമ്പയർ ചെയ്യാനുള്ളത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പം ഞാനും വേറൊരാളും ഞാൻ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കർമ്മയും എൻ്റെ കർമ്മയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ കർമ്മ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കണം എന്ന് നല്ല ബുദ്ധിയുള്ളവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ദുര്യോധനൻ കൃഷ്ണനോട് വന്ന് ചോദിച്ചു, എനിക്ക് ഈ എന്താ പറയുക, എല്ലാവരും ചീത്തയാണെന്ന് എന്നെ പറയുന്നു. ദുര്യോധനന് എല്ലാവരും ചീത്തയാണെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ധർമ്മത്തിൻ്റെ പാതയിലാണ് നടക്കുന്നത്, എനിക്ക് വേണ്ട എൻ്റെ റൈറ്റാണ് ഞാൻ, എനിക്ക് എൻ്റെ സ്ഥലം, അതായത് ഞാൻ എൻ്റെ അച്ഛൻ രാജാവാണ്, എൻ്റെ രാജ്യം, അതങ്ങനെ ചോദിച്ചു. എന്താ തെറ്റ്? പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷേ യുധിഷ്ഠിരൻ ചൂത് കളിക്കും, ആൾക്കാർ വീക്കാണ്, ഭാര്യനെ പണയം വെച്ച ആളാണ്, ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ നല്ലവനാണെന്ന് പറയും. ഇത് ശരിയല്ല. യുധിഷ്ഠിരൻ വന്ന് പറയണം. അപ്പോൾ 2 പേരെയും കൃഷ്ണൻ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നാളെ യുധിഷ്ഠിരൻ്റെ അടുത്ത് പറയും, ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഒരാളെയും കൊണ്ട് വരിക, എന്നെ കാണാൻ വരണം. ദുര്യോധനൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും നന്മയുള്ള ഒരാളെയും കൊണ്ട് വരിക. 2 പേരും അടുത്ത ദിവസം വെറും കൈയോടെ വന്നു, ആരുമില്ല കൂടെ. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എല്ലാവരും ചീത്തയാണ്, ലോകത്തുള്ള എല്ലാവരും ചീത്തയാണ്, ഞാൻ എങ്ങനെ ഒരു നല്ല ആളെ കൊണ്ടുവരും? അതേ രാജ്യത്തിലുണ്ടായിരുന്ന യുധിഷ്ഠിരൻ പറഞ്ഞു, എല്ലാവരും നല്ലവരാണ്, ഞാൻ എങ്ങനെ ഒരു ചീത്ത ആളെ കണ്ടുപിടിക്കും? ഇറ്റ് ഈസ് ഇൻ യുവർ പെർസ്പെക്റ്റീവ്. നമ്മൾ കാണുന്ന ആൾക്കാരിൽ എല്ലാവരും ചീത്തയാണ്, അവൻ ചീത്തയാണ്, അവൻ ഇങ്ങനെ ചീത്ത, അവനിങ്ങനെ, ഇവൻ ചീത്ത എന്ന് പറയുന്ന ആൾക്കാർ ദുര്യോധനൻ്റെ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണ്. അവർ ഇൻ ദ ലോങ് റൺ ദുര്യോധനെ പോലെ ആൾക്കാർ ചീത്ത വിളിക്കും. യുധിഷ്ഠിരൻ തെറ്റ് ചെയ്തു, യെസ്, ചൂത് കളിച്ചു, ഭാര്യ വെച്ച് ചൂത് കളിച്ചു, പക്ഷേ അയാൾ എല്ലാവരും നന്മ കാണാൻ പഠിച്ചു. അതുകൊണ്ട് അയാൾ ധർമ്മപുത്രൻ എന്നും യുധിഷ്ഠിരൻ എന്നൊക്കെ പറയും. യുവർ ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ് എ ലോട്ട്. നമ്മുടെ ജീവിതം പോകാൻ പോകുന്നത് ഈ നന്മയുടെ പാതയിൽ, ഉചിതം എന്നുള്ള പാതയിൽ നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ആറ്റിറ്റ്യൂഡ്, തെറ്റ് ചെയ്താലും യുധിഷ്ഠിരനെ പോലെ തെറ്റ് ചെയ്യാൻ പഠിക്കുക, ന്യായമായി ചെയ്യാൻ പഠിക്കുക. എത്രയെല്ലാം ധർമ്മത്തിൻ്റെ പാതയിൽ പോയാലും എല്ലാവരും ചീത്തയാണ്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ളൊരു ഇതുണ്ട് ട്രാൻസാക്ഷൻ അനാലിസിസിൽ. അതുപോലെ എല്ലാവരും ചീത്തയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയായിരുന്നു തിരിച്ചുവരവ് ഈ കരിയറിലേക്ക് വന്നത് ഈ ഒരു ഗ്യാപ്പിന് ശേഷം? ഒരു 12 വർഷമാണ് ഞാൻ പോവാതിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ 12 വർഷത്തിൻ്റെ എൻഡിൽ എനിക്കിതുപോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിമാണെന്ന് തോന്നുന്നത്, എനിക്ക് ഓർമ്മ കിട്ടില്ല. അപ്പം ഞാൻ പെങ്ങളെ മോനെയും കൂട്ടി അറിയാതെ കണ്ടൊരു വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പോയി. പക്ഷെ അവരോട് മാത്രമേ പറയാണ്ടുള്ളൂ, ബാക്കി എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞാൻ അഭിനയിച്ച് കുറേ കഴിയുമ്പോൾ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു.
പറയാതെ കണ്ട് പോയിട്ട് ആഗ്രഹമാണ് എന്നുവെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്താലല്ലേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ദൈവം തരുന്ന ഒരു കഴിവാണ് അല്ലേ. എല്ലാവർക്കും ഒരുപോലെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റൂല. ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു കഴിവ് തന്നു. അത് നമ്മൾ വെറുതെ ആ ഒരു മൂലക്കിട്ടിട്ട് അടുക്കളയിലിട്ട് കളയണോ? കഴിവ് മാത്രമല്ല, അവസരങ്ങളും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും കിട്ടിയിട്ട് പിന്നെ നമ്മളത് വേണ്ടെന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമാകുമല്ലേ. അപ്പം ഞാൻ എത്ര ആൾക്കാർ വീട്ടിൽ വന്നിട്ടുണ്ട് അറിയോ, കാണാൻ വേണ്ടി ഇന്ന് ഇതുണ്ട് ഇങ്ങനെ പ്രോഗ്രാം വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും പോകാൻ പറ്റില്ല. ഇതെന്തോ അന്ന് പോയപ്പോൾ അന്ന് കൈയോടെ പൊക്കി. കഴിഞ്ഞ ദിവസം ആശ്രമത്തിൽ തന്നെ വളർന്നൊരു കുട്ടിയാണ്. അവരുടെ ഫാമിലി ആശ്രമത്തിൻ്റെ ഇതിൽ വളർന്നിട്ടുള്ളതാണ്. അവരുടെ അമ്മയ്ക്ക് ഇവൻ ഷോർട്ട് ഫിലിം എടുക്കും, അവൻ ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയെങ്കിലും സഹായിക്കണം. വളരെ കഷ്ടപ്പെട്ടൊരു സിറ്റുവേഷനിലാണ്. ഞാൻ കണ്ടപ്പോൾ 16 വയസ്സായ +2 പഠിക്കുന്നൊരു കുട്ടി. ഞാനിപ്പോഴും പറയുന്നു, അൺലെസ് ആൻഡ് അൺടിൽ യു കംപ്ലീറ്റ് യുവർ ഡിഗ്രി, ഒരു ബേസിക് ഡിഗ്രി എങ്കിലും ഇല്ലാതെ സിനിമയിലേക്കോ അല്ലെങ്കിൽ ആർട്ട് ഫീൽഡിലേക്കോ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ ശരിക്കും കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം എന്താണ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ. ആൾക്കാർ പറ്റിക്കുന്ന പോലും നമ്മൾ അറിയില്ല. അത്രയും ഒരു പക്വത എത്തിക്കഴിഞ്ഞാൽ സിനിമയിലേക്കോ ആർട്ട് ഫീൽഡിലേക്കോ വരുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ ബേസിക് ആ ഒരു ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ ഇതില്ല എനിക്ക് വേറൊരു ജോലി വേണം തേടി പോകാൻ പറ്റില്ല. അപ്പോഴാണ് ഈ കോംപ്രമൈസ് തുടങ്ങുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, എനിക്കൊരു ജോലി വേണമെന്ന് ചോദിക്കാനുള്ള അത്രയെങ്കിലും ഒന്ന് പാരൻസിന് വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞു അത്രയ്ക്ക് കഷ്ടപ്പെട്ട പാരൻസ് ഇന്നലെ വന്ന് കാണാൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, പഠിച്ച് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് വാ, അത് കഴിഞ്ഞ് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വന്നു. കാരണം ഈ ഫീൽഡ് കഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാണുന്ന ആൾക്കാർ അവർ വളരെ സിമ്പിളായിട്ട് അഭിനയിച്ച് പൈസ ഉണ്ടാക്കും. ഇല്ല, ഏത് സൂപ്പർ സ്റ്റാർ ആയാലും ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് 1 kVയും 2 kVയും ബേബിയും അങ്ങനത്തെ ലൈറ്റ്സാണ് യൂസ് ചെയ്തിരുന്നത്. ചൂട്ട് പഴുത്തിട്ട് ഫേസ് എല്ലാം പൊള്ളും. ക്ലോസ് ഷോട്ടിന് വേണ്ടിയിട്ട് ഒരു ബേബി അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാട് വീഴാത്ത ദിവസങ്ങളുണ്ടാവില്ല, പൊള്ളും, സ്കിന്ന് പൊള്ളും. അതിൻ്റെ മേളിൽ നമ്മൾ ഈ 3-4 ലെയർ മേക്കപ്പ് ചെയ്ത് വേർത്ത് കുളിച്ച് അത് നമ്മൾ സ്പഞ്ച് ചെയ്ത് തലയിൽ വേർപ്പിറങ്ങി ചുമച്ച് വയ്യാണ്ട് കിടന്നാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. ഈ ആർട്ട് ഫീൽഡ് ഇപ്പോൾ പിന്നെ കിനോയും ബാക്കിയുള്ള ഈ LED ലൈറ്റ്സൊക്കെ വന്നത് കാരണം നമ്മൾ ഈ ചൂടറിയുന്നില്ല. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല. ആ കഷ്ടം അനുഭവിച്ചവരാണ് ഇന്ന് വലിയ സ്റ്റാർസ് ആയിട്ടിരിക്കുന്നത്. ഐ റെസ്പെക്ട് ദം അ ലോട്ട്. അവരത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നേരെ ചൊവ്വയെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഒരു സ്ഥലമില്ലാതെ ലുങ്കീൻ്റെ ഇതും വെച്ചിട്ട് പാൻറ്റ് മാറ്റി അവർ ഷോർട്ട് അഭിനയിച്ച് ആഹാരം കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അറിയില്ല. എവിടെയെങ്കിലും പഴവും ബ്രെഡും ഒക്കെ കഴിച്ച് ഇവരെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പിസ്സയും ബിരിയാണിയും കഴിച്ച് മാത്രമേ അഭിനയിക്കൂ. ഞാൻ ആദ്യത്തെ സീരിയൽ അഭിനയിച്ച അതിന് ആറ്റിറ്റ്യൂഡ് മലന്ന് കിടന്ന് ഞാൻ എന്തോ വലിയ സാധനം ചെയ്തു. വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? അതിനൊരു റെസ്പെക്റ്റ് ഉണ്ട്. വളർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് നടന്നു വരിക എന്നുള്ളത്. കഷ്ടപ്പെടണം എന്നുള്ളത് ഞാൻ പറയുന്നത് പിസ്സ കഴിക്കണം എന്നല്ല, പിസ്സ കഴിച്ചോ, പക്ഷേ ആ പിസ്സ ഏൺ ചെയ്തതാണോ എന്ന് നോക്കണം. അഹങ്കാരം കാണിക്കരുത്. സത്യം. അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ തെറിക്കും, പിന്നെ കൈ നിൽക്കില്ലത്. ഇത് മാത്രം സരസ്വതി കടാക്ഷം എന്ന് പറയാൻ കാരണം ഒരു ഡിവിനിറ്റി ബ്ലെസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ. അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ പോട്ടെ സാറില്ല എന്ന് പറഞ്ഞ് കുറേ ക്ഷമിക്കും. ഒരു തള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെണീക്കാൻ പറ്റില്ല. എത്രയോ ആർട്ടിസ്റ്റിൻ്റെ ലൈഫ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അഹങ്കാരം കാണിച്ചു, അവരൊന്നുമില്ലാണ്ടായി, പിന്നെ അവർക്ക് ജീവിക്കാൻ വകയില്ലാണ്ടായി. എന്തിനങ്ങനെ ചെയ്യുന്നത്? ഒരു നല്ല പ്രൊഫഷനല്ലേ. ഈ തെലുങ്ക് മൂവീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് അഖണ്ഡയിലേക്ക് എത്തിയത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അഖണ്ഡയല്ല, അതിന് മുന്നേ ഞാൻ രാമബാണം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അഖണ്ഡ ചെയ്തു. അത് കഴിഞ്ഞ് ഓദല 2 ചെയ്തു. ഇപ്പോൾ അടുത്തൊരു മൂവി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു തെലുങ്ക് റെഗുലറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വളരെ ക്ലോസസ്റ്റ് ആയിട്ട് ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ അവിടെ നമ്മുടെ ആന്ധ്രാപ്രദേശ് തെലങ്കാനയിലുള്ള ചലപതി റാവ് എന്ന് പറഞ്ഞ എൻ്റെ മാനേജർ, അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്യിച്ചിട്ട് അദ്ദേഹമാണ് എനിക്ക് വേണ്ടി അവിടെ ലൈസൻസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അഭിനയിക്കുന്നുണ്ട്. രാമബാണം ചെയ്തു. രാമബാണം ചെയ്തപ്പം ശ്രീവാസ് സാർ ഒത്തിരി ഹാപ്പി ആയിരുന്നു. കാരണം നമുക്ക് ഒരു സിനിമയുടെ കാര്യത്തിൽ ഒരു ഷോട്ട് അഭിനയിക്കാൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം അവിടെ വരണം. വന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാണ്, ടെക്നീഷ്യൻസിനും കൂടുതൽ ആർട്ടിസ്റ്റിനും. ഇപ്പോൾ കുഞ്ഞുമോൾ വർക്ക് ചെയ്യുന്നൊരു ഇതിലാണെങ്കിൽ പോലും ഒരു സീൻ കുഞ്ഞുമോളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ഒരാൾ ഒരു ഡയലോഗ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഷീ ഓൾസോ ഹാസ് ടു സഫർ അല്ലേ.
അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബി പ്രിപ്പയർഡ് ടു ബി ആൻ ആക്ടർ. ചെയ്യുന്നത് ശരിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം. എല്ലാവരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. ഞങ്ങളുടെ സെറ്റിലും പറയും, നിങ്ങൾക്ക് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞ് ഡയറക്ടർ വിളിച്ച് പറയും. അങ്ങനെ സംസാരിച്ച് സില്ലിയായിട്ട് കാണാതെ ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും ആൾക്കാരുടെ ടൈമാണ്. ഇപ്പോഴത്തെ അവർക്കൊരു സീരിയസ്നെസ് ഇല്ല. ഇപ്പോൾ വരുന്ന കുട്ടികൾക്കും അല്ല, കുറച്ച് പഴകിയ ആൾക്കാർക്ക് ഒരു സീരിയസ്നെസ് ഇല്ല. ഇങ്ങനെ എന്തും ചെയ്തു പോകാമെന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. ആയിക്കോട്ടെ. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ബിന്ദുമയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത്, ബിന്ദുമയ്ക്ക് എത്ര കാലമായിട്ട് ആർട്ടിസ്റ്റ്, സച്ച് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, കൂടെ വർക്ക് ചെയ്യുമ്പോൾ അറിയാം ചെറിയൊരു ആസ്പെക്റ്റ് പോലും അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, എങ്ങനെ ബെറ്ററായിട്ട് ചെയ്യാം എന്നാണ് അവരാലോചിക്കുന്നത്. അപ്പോൾ ആ ലെവലിലേക്കൊക്കെ നമ്മൾ എല്ലാവരും റെഡിയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ തെലുങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രാമബാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അഖണ്ഡ ചെയ്തപ്പം ഐ ഗോട്ട് ടു വർക്ക് വിത്ത് നമ്മുടെ ബാലയ്യ സർ. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് അയ്യോ, ഈസ് എ വെരി നൈസ് പേഴ്സൺ. വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. നമ്മൾ ഈ പറയുന്ന ഈ കാണിക്കുന്ന ട്രോളോ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സിനിമ ടെമ്പറമെൻ്റാണ്. മലയാളം സിനിമയും തമിഴ് സിനിമയും തമ്മിൽ ഇപ്പോൾ ജയറാമേട്ടൻ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, മലയാള സിനിമയിൽ അമ്മേ എന്ന് മാത്രമേ ഉള്ളൂ, തമിഴാണെങ്കിൽ അമ്മാ എന്ന് പറഞ്ഞ് അങ്ങനെ വേണം എന്ന് പറയുന്ന പോലെ ഈ ടെമ്പറമെൻ്റൽ ഡിഫറൻസിനെയാണ് നമ്മൾ കളിയാക്കുന്നത്. അവർ സിനിമ തിയേറ്ററിൽ പോയിട്ടാണ് കാണുന്നത്. അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണം, ചുമ്മാ ഒരാൾ വിരൽ കറക്കി വലിച്ചെറിയണം, എനിക്ക് ആഗ്രഹമാണ്, നടക്കില്ല. അവർക്കത് സിനിമയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നു, അവർ കാണിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. ഈ ടെമ്പറമെൻ്റൽ ഡിഫറൻസ് മനസ്സിലാക്കാതെ നമ്മൾ വിരലെടുത്തങ്ങ് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവനൊക്കെ ഒരു സിനിമ ഇവരെടുക്കട്ടെ, എടുത്ത് കുത്തുപാള വന്ന് ആരെങ്കിലും ഇങ്ങനെ പറയുമോ? എടുക്കാൻ ധൈര്യപ്പെടാദ്യം. ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 4 ക്യാമറയും 3 ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് സെറ്റിടുന്നതെന്ന് പറഞ്ഞാൽ കൊട്ടാരം പോലെയൊക്കെ സെറ്റിട്ട് ഈ അഖണ്ഡയിൽ കണ്ടാൽ തന്നെ അറിയാം, ഈ സെറ്റൊക്കെ ഇവർ കെട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുടെ വർക്കാണ്. 40 ആർട്ടിസ്റ്റ് സ്റ്റണ്ടിൽ വർക്ക് ചെയ്യുന്നു, പമ്പ് വരുന്നു, ഗ്യാസ് വരുന്നു, ഞങ്ങളെല്ലാവരെയും മേക്കപ്പ് ചെയ്ത് റെഡിയാക്കി ഒരു ഫുൾ ANR സ്റ്റുഡിയോൻ്റെ ഫ്ലോർ എടുത്തിട്ട് ഞാനും ഇദ്ദേഹം ബാലയ്യ സാർ ഒരു സൈഡിൽ നിന്നുണ്ട്, അപ്പുറത്ത് നമ്മുടെ ആദി പിൻസെറ്റി ഉണ്ട്, റോൺസൺ ഉണ്ട്, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അയ്യപ്പ ശർമ്മയുണ്ട്. ഓരോ ആർട്ടിസ്റ്റ് മേക്കപ്പ്, കോസ്റ്റ്യൂം, ടെക്നീഷ്യൻസ്, ലൈറ്റ്, ഇത് ഈ 3 ക്യാമറയും ഇതിൽ ഡയറക്ടർ കിടന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്ത് നമുക്ക് എല്ലാവർക്കും തരേണ്ടതെല്ലാം തന്നുകൊണ്ടല്ലേ ചെയ്യുന്നത്. ക്ലോക്ക് വർക്ക്. ഇവിടെ 3 ആൾക്കാരെ വെച്ചിട്ട് ചുമ്മാ ഒരു മൊബൈലും കൊണ്ടൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുന്ന ആൾക്ക് കഷ്ടം അറിയാം. ഇങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്താ വർക്കുള്ളത്. എന്നിട്ട് പോരാ കേട്ടോ, ഞാൻ കണ്ടു സിനിമ പോരാ, 40 രൂപയ്ക്ക് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് പറയുന്ന ആളാണ്. നമുക്ക് കുറ്റം പറയാനൊരു രസമാണ്. നമുക്ക് വലിയൊരാളെ കുറ്റം പറഞ്ഞാൽ നമ്മൾ വലിയൊരു മാവിൽ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മാമ്പഴം കിട്ടും. അപ്പോൾ ഞാൻ വലിയ ആർട്ടിസ്റ്റിന് ഞാൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ആളാവും. എനിക്ക് അങ്ങനത്തെ സ്വഭാവമില്ല. എനിക്ക് ആർട്ടിസ്റ്റാണോ റെസ്പെക്റ്റ് ചെയ്യുന്നു. കുഞ്ഞുമോൾ ചെയ്യുന്നവർക്ക് നല്ലതാണ്, ഇല്ല ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യാം പറയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും ഞാൻ വളർന്നിട്ടൊന്നുമില്ല. എത്ര മൂവീസിൽ ഡബ് ചെയ്തിട്ടുണ്ട്? അത് കുറേ ഉണ്ട്. ഇപ്പോൾ സിനിമകൾ ഇപ്പോൾ ചെയ്തത്, ഞാൻ അഭിനയിച്ചത് 26 സിനിമ കഴിഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇനി വരാനുള്ളത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങി. പ്രജേഷ് സെൻ്റെ ഹൂഡിനി ദ കിങ് ഓഫ് മാജിക്കിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വേറൊരു ക്യാരക്ടറിന് ഡബും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ തെലുങ്ക് സിനിമ ഇപ്പോൾ വർക്ക് തുടങ്ങാൻ പോകുന്നുണ്ട്. സോ സിനിമകൾ ചെയ്യുന്നുണ്ട്, ഡബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പൈഡർമാൻ നോ വേ ഹോം, അതിൽ ഡോക്ടർ സ്ട്രേഞ്ച്, ഡ്യൂണിലെ ഡ്യൂക്ക് ലെറ്റോ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, കാരവൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ ഡബ് ചെയ്യും. പണ്ട് ദിനേശ് ചേട്ടന് സീരിയലിൽ ഡബ് ചെയ്തുകൊണ്ടത് കുറേ ചെയ്തിട്ടുണ്ട്. അത് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. അത് സന്തോഷമേ ഉള്ളൂ. ശബ്ദം കൊണ്ട് അഭിനയിക്കാനാണോ അതോ ക്യാരക്ടറായിട്ട് മാറാനാണോ ഏറ്റവും കൂടുതൽ? ക്യാരക്ടറായിട്ട് മാറാൻ തീർച്ചയായിട്ടും. കാരണം ഒരു ആക്ടറിൻ്റെ ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനിൽ ആൾക്കാർ കണ്ടിട്ട് എടാ മഹാ ബോറായി എന്ന് പറയാതിരിക്കണം. കണ്ടിട്ട് കൊള്ളാം, അല്ലെങ്കിൽ എടാ നിന്നെ കുത്തുന്ന കണ്ടപ്പോൾ എനിക്ക് ആ സിനിമ കാണണ്ട എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ ഒരു അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പത്തരമാരെ മുത്തശ്ശനെ കണ്ടിട്ട് 10-90 വയസ്സായ ആൾക്കാരെ കയറി എന്നെ വന്ന് മുത്തശ്ശാന്ന് വിളിക്കുമ്പോഴേ ആദ്യം ഒരു ഷോക്ക്. ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കാൻ, അതായത് നമ്മുടെ പ്രായത്തിനേക്കാളൊക്കെ കുറച്ച് കൂടുതൽ ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ, അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും കാരണം ആ ക്യാരക്ടർ ചെയ്യാനിരുന്ന ആർട്ടിസ്റ്റ് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നേ മരിച്ചുപോയി. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ വരുന്നത്. ഞാൻ ലെഫ്റ്റും റൈറ്റും ചിന്തിക്കാതെ ജോസിനോടും ഉണ്ണിയോടും യെസ് പറഞ്ഞതിൻ്റെ റീസൺ, ഉണ്ണിയാണ് എന്നെ വിളിച്ചത്, ഉണ്ണിപ്പേരിൽ കൂടെയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഉണ്ണിയോട് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യാം,
അപ്പോൾ ചേട്ടാ 75 വയസ്സായ ക്യാരക്ടർ. ഞാൻ പറഞ്ഞത് ചെയ്യാം, നോ പ്രോബ്ലം. എനിക്ക് എൻ്റെ മകനായിട്ട് അഭിനയിച്ചത്, ഞാൻ ജനിച്ച സമയത്ത് പുള്ളിക്കാരൻ ഹീറോ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മുരളിച്ചേട്ടനാണ് അതിൽ എൻ്റെ മകൻ. അപ്പോൾ യാ ഫൈൻ, ബിക്കോസ് വേറൊന്നുമല്ല. ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, സാരാംശ് എന്ന് പറഞ്ഞ സിനിമയിൽ ഹീറോ ആയിട്ട് വന്ന അനുപം ഖേർ. 32 വയസ്സിൽ പുള്ളിക്കാരൻ 74-year-old ക്യാരക്ടർ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ചെയ്തുകൂടാ? ഈ ലുക്ക് അതിന് വേണ്ടിയിട്ട് ആ ക്യാരക്ടറിന് അങ്ങനെ ആയി, പിന്നെ കണ്ടിന്യൂറ്റിയിലായി. ഇപ്പൊ ഇത് നമ്പർ ഓഫ് എപ്പിസോഡ്സ് ഇപ്പോൾ ഒരു 900 കഴിഞ്ഞു. അല്ല, ഈ ക്യാരക്ടർ പറഞ്ഞതിന് മുന്നേ ഈ ലുക്കായിരുന്നോ അതോ? അല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാറ്റാതെ ചേച്ചിക്ക് ഈ ലുക്ക് ഇഷ്ടമോ? ഈ ലുക്കാണോ ഇഷ്ടം? എല്ലാം ഇഷ്ടം, മൊത്തത്തിൽ ഇഷ്ടമാണ്. അല്ല, വേറെ ഞാൻ കണ്ടിട്ടുണ്ടോ എങ്ങനെ? അല്ല, ഈ താടിയില്ലാത്ത ലുക്കിൽ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ കണ്ടിട്ടുണ്ട്. അപ്പൊ അല്ലാണ്ട് ഞാനിത് ഇടക്കിടക്ക് മടക്കി ഇങ്ങനെ വെച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ട്. ഭംഗിയത്, അതൊരു വേറെ സ്റ്റൈലാണ്. എന്തായാലും വെട്ടല്ലേ, കൊറേ ആരാധികന്മാര് കാത്തിരിക്കല്ലേ താടി മുറിച്ചിട്ടേട്ടൻ ഡൈറ്റ് കിടക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഡൈ ഇടണ്ട ഏട്ടാ, കാരണം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെയിം ആവാം. അല്ല, ഇത് ഡൈൻ്റെ കാര്യമല്ല, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നെ ട്യൂഷൻ പഠിപ്പിച്ച ഗോപി സാർ, ഇപ്പം ഇല്ല, സാറില്ല, സാറ് എപ്പോഴും പറയായിരുന്നു, മലയാളികൾക്ക് 50 വയസ്സിന് മേളിൽ തല കറപ്പിക്കാതെ പുറത്തിറങ്ങാൻ ധൈര്യമില്ല. കാരണം പ്രായമായി എന്ന് പറയാൻ ഇവർക്കാർക്കും ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ, ആഹാ എന്നാൽ എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഡൈ ചെയ്യാത്തതാണ്. ഞാൻ പണ്ടേ ഡൈ ചെയ്യാതെ, പക്ഷെ നല്ല ലുക്കാട്ടോ. അല്ല, 9ാം ക്ലാസ്സിൽ മുടി നരച്ചു തുടങ്ങിയതാണ്. ആദ്യകാലത്തൊക്കെ അമ്മ ഇതൊക്കെ ചെയ്യുമായിരുന്നു, മറ്റേ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഇത് ചെയ്യാൻ. എന്തിന്? ഐ എം ലൈക്ക് ദിസ്, സോ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് വിരോധമൊന്നും തോന്നുന്നില്ല, ഇങ്ങനെ മതി. എനിക്കും വിരോധം ഉണ്ടായിട്ടല്ല, ആഗ്രഹം കൊണ്ട് ചേഞ്ച് ആരും ആഗ്രഹിക്കാത്തത്. അങ്ങനെയല്ല, ഫുൾ വെട്ടമല്ല, കുറച്ച് പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്ക് അത് വേറെ സ്റ്റൈലാ, നല്ല ഭംഗിയാ. ഇതും ഭംഗിയാ, അതും ഭംഗിയാ. കൊറേ ഇങ്ങനെ നടന്നില്ല, അങ്ങനെ നടക്കാം. നിങ്ങൾ കണ്ടുമുട്ടുന്ന ശരിക്കും ഈ പത്തരമാറ്റിന്റെ സെറ്റിൽ വെച്ചിട്ടാണല്ലേ? അപ്പോഴും സ്വാഭാവികമായിട്ട് ഈ ലുക്ക് തന്നെ ആയിരിക്കും. അല്ല, ഇത്രയും ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു കണ്ടുമുട്ടൽ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ മറ്റേ എന്താന്ന് പറയാ, എന്താ എലീനെ പോലെ അല്ലേ, എൻ്റെ മൃഗം എന്താ എലി, അതുപോലെ ഈ എല്ലായിടത്തും ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മ ഉണ്ട് എനിക്ക് കുറച്ച്. അപ്പം അതുപോലെ ഓടിച്ചാടി നടക്കുന്ന ഒരാളെയാണ് കണ്ടത്. പിന്നെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്. പേടിയായിരുന്നു സംസാരിക്കാൻ. ഇപ്പൊ ഒരു പേടിയില്ല, ഇപ്പൊ അഹങ്കാരം കേട്ടാ. എങ്ങനെയാ ഇങ്ങനെ വിവാഹത്തിലേക്ക് എത്താമെന്ന് തീരുമാനിച്ചത്? വിവാഹത്തിലേക്ക് എത്താനാ, അയ്യോ അതേ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റപ്പെടൽ തന്നെയാണ് നമുക്ക്. ഈ മീൻസ് മക്കളെല്ലാം ആയവർക്ക് ഒരിക്കലും ഒറ്റപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പറ്റൂല. മക്കളിലുള്ളവർക്ക് ഒരു പെണ്ണ് വിചാരിച്ചാലൊന്നും ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ അവർക്ക് ഫാമിലിയിൽ സാമ്പത്തികം ഉണ്ടായിരിക്കണം, അച്ഛനും അമ്മക്കൊക്കെ നല്ല സാമ്പത്തികം ഉള്ളവരായിരിക്കണം, നമുക്ക് കുറേ തന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഫാമിലി ലൈഫ് ആഗ്രഹിക്കണ്ട, ഒരിക്കലും ആഗ്രഹിക്കണ്ട. പക്ഷെ അതൊന്നും ഇല്ലാത്തൊരാൾക്ക് മക്കളെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ 2 ആൾ പണിയെടുത്താലേ വീട്ടിൽ കുടുംബം നേരാവണ്ണം നടത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഈ ഒറ്റക്കൊരു പെണ്ണ് വിചാരിച്ചാലൊന്നും ഒന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യത്തെ കല്യാണം ഞാൻ പറഞ്ഞല്ലോ, ലീഗലി മാരീഡ് ആയിരുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം, ഇതെൻ്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്കൊരാൾ വേണം, മക്കൾക്ക് അച്ഛനായിട്ട് ഒരാൾ വേണം. പിന്നെ സ്വന്തം ഞാനൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാനൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ മക്കളെ വിദ്യാഭ്യാസം, എനിക്കോ പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ തോന്നുന്നു പഠിച്ചാൽ മതിയായിരുന്നു. കാരണം പല സ്ഥലത്തുനിന്നും ഉള്ള ഒരു അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ പോകുമ്പോഴും ഫസ്റ്റൊക്കെ പോകുമ്പോഴും എനിക്ക് തോന്നിയായിരുന്നു, ഈശ്വരാ ഒന്നും അറിയാതെ ഈ ബമ്മ നിൽക്കുന്ന മാതിരി ഒരു നൃത്തമുണ്ടല്ലോ, എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടന്മാർ നിൽക്കുന്ന അവസ്ഥ അല്ല, അതാണ് എനിക്ക് പ്രശ്നം. ഇവർ ഫുൾ ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോന്ന് വിളിക്കും, യാ പറയേണ്ട അവസ്ഥയല്ലേ, എനിക്ക് ഒന്നും അറിയില്ല. ഈ അർത്ഥമല്ലെങ്കിലും യാന്ന് പറയേണ്ട അവസ്ഥയാണ്, എനിക്ക് മനസ്സിലാവില്ല. ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഇപ്പം മോളാണെങ്കിൽ മലയാളം മീഡിയമാണ് പഠിച്ചത്, അവൾക്കിപ്പം ഏവിയേഷനാണ് പഠിക്കുന്നത്, BBA കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. BBA കൂടി വന്നപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ മോൻ 4ലാണ്.
അവനെങ്കിലും എനിക്ക് ഒന്ന് ഉഷാറാക്കി എടുക്കണം. കാരണം എൻ്റെ അവസ്ഥയിലൊന്ന് ഇംഗ്ലീഷ് മീഡിയം എനിക്കൊന്നും ചേർക്കാൻ പറ്റില്ല, ഗവൺമെൻറ് സ്കൂളിലാണ് പഠിപ്പിച്ചത്. പക്ഷെ അവൻ പഠിക്കും, അവന് കഴിവുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവനെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കണം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും നേടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. കാരണം നമുക്ക് ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വലിയ ശാശ്വതമൊന്നുമല്ല. പിന്നെ എനിക്ക് ഉള്ളത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് ഞാൻ 12 വർഷത്തോളം നാട്ടിൽ ബ്യൂട്ടീഷ്യനായിരുന്നു. എന്നാൽ ഒരു പാർലർ ഇടാണ്ട ഒരു മാനസികാവസ്ഥയോ സാമ്പത്തികമോ എനിക്കില്ല. ഒന്നും നടക്കില്ല. ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, എനിക്കറിയാം. അപ്പോൾ എനിക്ക് ലൈഫ് കിട്ടിയേ പറ്റുള്ളൂ. നമുക്ക് ഒരാളെ ആശ്രയിച്ചേ പറ്റുള്ളൂ. ആ സമയത്ത് എനിക്കെന്തോ ജോസേട്ടൻ പിന്നെ പത്തരമാറ്റിലേക്ക് വിളിക്കുന്നു, എന്തോ എനിക്കറിയില്ല. 3 ദിവസത്തെ ഒരു പരിചയം അല്ലേ, ഒരു ഏപ്രിൽ 26-ന് ഒരു കസിൻ്റെ കോള്, സൗമ്യ ശശിൻ്റെ കോൾ, ഒരു സംസാരത്തിലാണ് ഇങ്ങനൊരു താല്പര്യമുണ്ടോ, നിങ്ങളെ ചെറിയ കുടുംബത്തിലേക്ക് എൻ്റെ ഏട്ടനെ കൊണ്ടുപോകുമെന്ന് വെക്കുമ്പോൾ ഞാൻ എൻ്റെ അങ്ങനെ ഒരു ചോദ്യം വന്നു. പിന്നെ അത് മോളോട് സംസാരിച്ചു. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി പക്വതയില്ല ആളാവുമ്പോൾ നമ്മളെ കെയർ ചെയ്യാനൊക്കെ ഇതായില്ല. നമ്മളിങ്ങനെ ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ നിന്നാൽ മതിയല്ലോ. ഇപ്പൊ മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മക്കളുടെ സപ്പോർട്ട് ഭയങ്കര കൂടുതലായിരുന്നു അല്ലേ? കൂടുതലായിരുന്നു. ഇപ്പോൾ മക്കളെ കിട്ടി, എങ്ങനെയാണ് ആ ലൈഫിൽ? നല്ലതാണ്. ബിക്കോസ് നമുക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയും. നമ്മൾ എന്തിനാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്, ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണ്. അത് വളരെ അത്യാവശ്യം. ഇപ്പോൾ പറഞ്ഞു ഒറ്റയ്ക്ക് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതെല്ലാം നമ്മുടെ ഹിതത്തിൻ്റെ ചിന്തയാണ്. ഇപ്പോൾ എത്രയോ ആൾക്കാർ എൻ്റെ അറിവിൽ നോക്കിക്കഴിഞ്ഞാൽ പാരൻസ് നഷ്ടപ്പെട്ട കുട്ടികൾ വളരുന്നുണ്ട്. അവരൊന്നും വളർന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരും. പക്ഷേ അങ്ങനെയല്ല, അവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കണം എന്നുള്ളത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ്. അപ്പോൾ ആ അച്ഛൻ്റെയും മക്കളുടെയും ആ ഒരു ബോണ്ടിൽ മക്കൾ എന്നാണോ ഈ അച്ഛനും അമ്മയും പറയുന്നത് എൻ്റെ നന്മയ്ക്കാണ് എന്ന് ചിന്തിക്കുന്നത്, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്നാണോ തിരിച്ച് ചിന്തിക്കുന്നത്, ഇവൻ ചീത്തയാണ്, ഇവൻ എങ്ങനെയെങ്കിലും പണി കൊടുക്കാമെന്ന് ചിന്തിക്കുന്നത്, അന്ന് അവർക്ക് പണി കിട്ടും. അത് ഇറ്റ്സ് എ റൂൾ ഓഫ് നേച്ചർ. ഇപ്പോൾ ഞാൻ എപ്പോഴും, കഴിഞ്ഞ ദിവസവും ഞാൻ ഈ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷനിൽ ഞാൻ പറയുണ്ടായി, ഞാൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് NDAക്ക് പ്രാക്ടീസ് എല്ലാം ചെയ്ത് എല്ലാത്തിനും ടെസ്റ്റ് ആയാലും ഇൻ്റർവ്യൂ ആയാലും അവിടെ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ആയാലും എല്ലാം ക്ലിയർ ചെയ്തു. കോൾ ലെറ്റർ വന്നു. അത് കഴിഞ്ഞിട്ട് പോകണ്ട എന്ന് വീട്ടുകാർ പറയുമ്പോൾ ഞാൻ പോകും എന്ന് പറഞ്ഞ അഹങ്കാരം കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ലൈഫ്. എവിടെയോ ആ സമയത്ത് ദൈവം നല്ലത് തോന്നി. ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് വേണ്ടാന്ന് വെച്ചപ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ചോക്ലേറ്റ്, നമുക്ക് ചോക്ലേറ്റ് അങ്ങനെ തന്നെ കഴിക്കാം. പക്ഷെ അതിനെ ഉരുക്കി അതിൽ പാലൊക്കെ ഒഴിച്ച് വേണമെങ്കിൽ അതിനെ ബർഫിയാക്കാം. അത് ബർഫിയാക്കാൻ ഒരു പ്രോസസ്സുണ്ട്. അത്രയും നേരം തീൻ്റെ മുന്നേ നിൽക്കേണ്ടി വരും. എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ചോക്ലേറ്റ് ഇപ്പോൾ ബർഫിയായി മാറും എന്ന് പറഞ്ഞാൽ മാറില്ല. ആ ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടായത്. എനിക്ക് അന്ന് ഇഷ്ടമുണ്ടായിരുന്നത് പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ യാത്ര ചെയ്ത ഫ്ലൈറ്റിൽ എത്രയോ പൈലറ്റ്മാർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഞാനൊരു പാസഞ്ചറായിട്ട് ഞാൻ ഏറ്റവും J ക്ലാസ് തൊട്ട് Y ക്ലാസ് തൊട്ട് ഫസ്റ്റ് ക്ലാസ് വരെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിൽ. ഫൈറ്റർ ജെറ്റ് ഞാൻ ഫ്ലൈ ചെയ്തിട്ടില്ല, സമ്മതിച്ചു, ഓക്കെ ഫൈൻ, ഐ എഗ്രി. പക്ഷേ ഫ്ലൈ ചെയ്യണം എന്നുള്ളത് ആഗ്രഹം, ഇങ്ങനെയും സാധിക്കാമല്ലോ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ്സും സാറിന് അറിയാമല്ലോ. അപ്പം ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന മക്കൾ, സാറിൻ്റെ കുട്ടികൾ, സ്റ്റുഡൻസ്, അവരോടൊക്കെ എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത് ഈ പുതിയ തലമുറയോട്? ഞാൻ ഐ വുഡ് റിയലി സേ ദാറ്റ് ഇത് നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ നല്ലത്. കാണുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ എന്ത് കാണുന്നു എന്നുള്ളത് അത് ഷുവറായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. അതിന് ഒരു മക്കളുടെ കാര്യത്തിൽ അവർ കെയർ എടുക്കാറുണ്ടോ? ഉണ്ട്, അവർക്കും അറിയാം. കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളത് മനസ്സിലായ ഒരു ജനറേഷൻ തന്നെയാണിപ്പോൾ. പിന്നെയും അങ്ങനെ തന്നെ വേണം നിർബന്ധം പിടിക്കുന്ന ആൾക്കാർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മക്കളുടെ കാര്യത്തിൽ ഇതേനോ ഈ നിങ്ങളുടെ കാര്യത്തിൽ തന്നെ വരുന്ന ഈ നെഗറ്റീവും പോസിറ്റീവ്സും ആയിട്ടുള്ള കാര്യങ്ങൾ മക്കളോട് ഷെയർ ചെയ്യാറുണ്ടോ? അവരെന്താണ് അപ്പോൾ കാണുന്നുണ്ടല്ലോ ഇത് എവിടെയാണ് ഈ എഴുതുന്ന ആൾക്കാരുടെ മക്കളും വായിക്കുന്നുണ്ട്. സ്വന്തം അച്ഛനും അമ്മ ഇങ്ങനെയാണ് എഴുതുന്നത്, ഇവരുടെയൊക്കെ സ്വഭാവം ഇതാണെന്ന് മക്കൾ തന്നെ മനസ്സിലാക്കും. അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഒരു മൈൻഡ് ചെയ്യേണ്ടതേ പറയുള്ളൂ. ബിക്കോസ് അവർ കൂടുതൽ സെൻസിബിൾ തന്നെയാണ്. മോള് പറഞ്ഞു, ഞാൻ പ്രതികരിച്ചാലോ, ഞാൻ പറഞ്ഞു വേണ്ട. ഇന്നിപ്പോൾ എന്താണ്, ഇപ്പം അമ്മ
മോള് ചുമ്മാ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ റീലിട്ട് അതിനും വന്നു. അമ്മേൻ്റെ ആട്ടം കഴിഞ്ഞ് ഇനിയിപ്പം മോള് എന്നുവെച്ചാൽ ഈ പറയുന്നവർക്ക് കുറച്ചെങ്കിലും ഒരു സ്വബോധം വേണ്ടേ. ഇതിൻ്റെ പോസിറ്റീവ് സൈഡും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ദിവ്യയുടെ ഫാദറിലോ അല്ലേ, ദിവ്യയുടെ മദറിലോ അല്ലേ, ക്രിസിൻ്റെ ഫാദറല്ലേ മദറല്ലേ എന്നൊക്കെ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ എവിടെയോ ഞങ്ങൾ ചെയ്ത നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളവരല്ലേ. അമ്മ എൻ്റെ അടുത്ത് വന്ന് അത് പറയുമ്പം അമ്മയുടെ ആ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പം ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം അമ്മയുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ അമ്മ ചോദിച്ചു എന്തിനാ, ക്രിസിൻ്റെ അമ്മയല്ലേ. അപ്പോൾ അമ്മയ്ക്ക് അതൊരു റെക്കഗ്നിഷനാണ്. അത് തിരുക്കുറളിൽ പറയുന്നുണ്ട്, ഈன்ற പൊഴുതൻ പെരുതുവക്കം തൻ മകൻ സാൻഡ്രോണിൻ്റെ കേട്ടതായി. അപ്പോൾ ഇത് തിരുക്കുറളിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് വലിയ ആൾക്കാർ നിങ്ങളുടെ മകൻ നല്ലവനാണ് എന്ന് പറയുമ്പോൾ. ഈன்ற പൊഴുതിൻ പെരുതുവക്കം തൻ മകൻ സാൻഡ്രോണിൻ്റെ കേട്ടതായി. ഇത് അച്ഛനായാലും അമ്മയായാലും അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം കാരണം അവർക്കത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ. ഈ വിവാഹകാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ ഒരു പ്രതികരണം? കാരണം ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് മാരേജ്, അതുപോലെ തന്നെ കുട്ടികളെ അംഗീകരിക്കണം, അതൊക്കെ എൻ്റെ ലൈഫ് കണ്ടതാണ്, എങ്ങനെയാണ് ഞാൻ ജീവിച്ചിരുന്നതെന്ന് അറിഞ്ഞതാണ്. അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എൻ്റെ ലൈഫ് ഇങ്ങനെയായി പോകുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചോന്ന് ഈ സ്ഥലത്ത് വെച്ച് തന്നെ അമ്മയടുത്ത് പറഞ്ഞു, ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്ന് പറഞ്ഞ് അത് ഓക്കെ പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കാരണം ആദ്യം അവരറിയണം. ഇന്നത്തെ ജനറേഷൻ കാണിക്കുന്ന പോലെ തൽക്കാലം നമുക്കിതങ്ങ് കുറേ നമുക്ക് ഔട്ടിംഗ് ഒക്കെ പോയി നമുക്കതൊക്കെ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീട്ടുകാരോട് പറയാം. അല്ല, ആദ്യം തന്നെ വീട്ടുകാരോട് പറഞ്ഞു ഇതാണ്. പിന്നെ അവരുടെ വീട്ടിൽ കണ്ണൂരിൽ ചെന്നിട്ട് കുഞ്ഞുമോളുടെ വീട്ടിൽ ചെന്ന് കല്യാണം കഴിക്കണം. ആദ്യം അവർക്ക് ഇനീഷ്യലി ഒരു എതിർപ്പൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും, കാരണം എന്നെ കണ്ടറിയാലോ, ഒരു കിളവൻ ഇവൻ എൻ്റെ മോളെ ദ്രോഹിച്ച് കളയുമെന്നുള്ളതൊക്കെ ഒരു അമ്മയ്ക്ക് നാച്ചുറലി വരാം. പിന്നെ അടുത്ത് കണ്ടു കഴിഞ്ഞപ്പം അത്ര വലിയ കളവനൊന്നും അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഐ വുഡ് സേ നമ്മുടെ കൾച്ചർ റൂട്ട് ചെയ്തിരിക്കുന്നത് എവിടെയെല്ലാം ഒരു ഫാമിലിയിലാണ്, അച്ഛൻ അമ്മ എന്നുള്ളൊരു റൂട്ട് സ്ട്രക്ചറിലാണ്. അത് കീപ്പ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്, ഈ നെഗറ്റീവിൻ്റെ കൂടെ തന്നെ പോസിറ്റീവായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ പുതിയ പ്രോജക്ട്സ് എന്താണ് രണ്ടുപേരുടെയും? സൂര്യയിൽ ഇനി വരാൻ പോകുന്നത്, സീരിയലിന് പേരിട്ടിട്ടില്ല കേട്ടോ, സൂര്യൽ ആണിത് ഉള്ളത്. പിന്നെ ഞാൻ അലിയൻസിൽ ജോയിൻ ചെയ്തു. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. കാരണം എൻ്റെ കണ്ണൂർ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ സംസാരം ഇവിടെ ഞാൻ ചോദിച്ചു വാങ്ങിയതാട്ടോ. ഞാൻ അത് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഒത്തിരി ഹാപ്പി. ഡബ് ചെയ്യുന്നുണ്ട് ഞാൻ, അത് സ്പോട്ടല്ലേ, അപ്പോൾ ഞാൻ കണ്ണൂർ, ഞാൻ എങ്ങനെയാണ് ഇതല്ല ഈ സംസാരവും അല്ല കേട്ടോ, അതിലിങ്ങനെ കണ്ണൂർക്കാരെങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ അങ്ങോട്ട് സംസാരിച്ചു. പിന്നെ ദൂരദർശനിൽ സിറ്റ്കോം ചെയ്യുന്നുണ്ട്, അക്കിടിപ്പുറം പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സുഗമോദേവി ഉണ്ട്. അങ്ങനെ ഇപ്പം 4 സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടല്ലേ. സാറിന്റെ പുതിയ പ്രോജക്ട്സ് ഈ പറഞ്ഞ പോലെ വോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം, അത് വർക്ക് നടക്കുന്നുണ്ട്, കോടതിയിൽ കേസസ് നടക്കുന്നുണ്ട്. അതുകൂടാതെ പേഷ്യൻസ് ഉണ്ട്, റെഗുലറായിട്ടുണ്ട്. എഴുത്തിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നു. തൽക്കാലം എഴുത്തിനൊരു വിരാമം ഇടാം, കാരണം 100ാമത്തെ ബുക്ക് എത്തുകയാണ്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തിരിക്കുക. പിന്നെ അതിൽ ഹാപ്പി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോച്ചിങ്ങിൽ കുറേ കുട്ടികളെ കോച്ച് ചെയ്യാൻ പറ്റി. IAS ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ കോച്ച് ചെയ്യാൻ പറ്റി. തെലുങ്ക് സിനിമയുടെ വർക്ക് തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ വേറൊരു സിറ്റ്കോമിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പത്രമാറ്റ സീരിയൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രജേഷ് സെൻ്റെ സിനിമ വരാനുണ്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ ഈ ഇത്രയും പ്രൊഫഷൻസ് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഇല്ല, ഐ എം ജസ്റ്റ് ബീയിങ് മൈസെൽഫ്. ഞാൻ ഒരാളെൻ്റെ അടുത്ത് ലീഗൽ അഡ്വൈസ് ചോദിക്കുമ്പോൾ ഞാൻ അഭിനയിക്കില്ല. അവിടെ ഞാൻ പത്രമാറ്റിൽ മുത്തശ്ശനല്ല. അവിടെ ലീഗൽ അഡ്വൈസ് എന്നെ കൊടുക്കണം. എന്നെ കാണാൻ വരുന്നൊരു പേഷ്യൻ്റെ അടുത്ത് ഞാൻ വക്കീലായിട്ട് ഞാൻ കുറേ ലീഗൽ പോയിൻറ്റ്സ് പറഞ്ഞിട്ട് സെക്ഷനും BNSഉം BNSS ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഞാൻ ഐ വിൽ ബി ഒരു എങ്ങനെയാണോ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവേണ്ടത് ആ സൈക്കോളജിസ്റ്റ്. എന്നെ ചേട്ടനായിട്ടോ അല്ലെങ്കിൽ ഒരു പിതൃതുല്യനായിട്ടോ അല്ലെങ്കിൽ ഒരു മകനായിട്ടോ കാണുന്ന ആൾക്കാരുടെ അടുത്ത് അങ്ങനെ തന്നെയായിരിക്കും ഞാൻ ബിഹേവ് ചെയ്യുക. അല്ലാതെ അച്ഛൻ്റെ അടുത്ത് പോയി ഹലോ അളിയ സുഖമാണോ എന്ന് ചോദിക്കുന്നത് തെറ്റാണ്. ഞാനായിട്ട് തരത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ ഡയലോഗുകൾ പോയി തരത്തിപ്പ് കളിയിടാണ്. ഞാൻ അങ്ങനെ തരത്തിലേ കളിക്കാറുള്ളൂ. ചീപ്പായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചീപ്പായിട്ട് ഇറങ്ങാറില്ല. അതെൻ്റെ തരമല്ല. അപ്പോൾ ബാക്കിയുള്ള സമയം വെൻ ഐ എം എ റൈറ്റർ ഐ എം എ റൈറ്റർ, വെൻ ഐ എം എ
കോച്ച്, ഐ എം എ കോച്ച്. വെൻ ഐ എം എ വോയിസ് ആർട്ടിസ്റ്റ്, ഐ എം എ വോയിസ് ആർട്ടിസ്റ്റ്. ഇത് തന്നെ സൈക്കോളജിസ്റ്റോ ലോയറോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റോ, ഇപ്പോൾ ഇതെല്ലാം എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ചെയ്യുന്ന എൻ്റെ പഴയ ഈ പെയിന്റിങ്സ് സാർ ചെയ്താണ്. 9 വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ പെയിൻറ്റിങ് എക്സിബിഷൻ വരുന്നത്. ഇപ്പം മ്യൂറൽ ശ്രീനാഥ് സാറാണ് പഠിപ്പിച്ചത്. അപ്പം അങ്ങനെ ഐ റിയലി എൻജോയ് ഡൂയിങ് വാട്ട് ഐ ആം. അതിന് കൈവയ്ക്കാത്ത മേഖലകളില്ല അല്ലേ? ഇപ്പോൾ കുക്കിംഗ് പഠിക്കുന്നു, തുടങ്ങി. കുക്കിംഗ് പഠിക്കുന്നു. ഇപ്പോൾ വിവാഹത്തിന് ശേഷം ചേച്ചിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഈ പ്രൊഫഷനിലൊക്കെ? സി സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ കോടതി വരാൻ പറ്റുമോ? പറ്റും, പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ വരാം. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ പഠിച്ചിട്ട് വന്നോളൂ, നോ പ്രോബ്ലം. എൻ്റെ കൂടെ കോടതി വരാം. ഇല്ല എൻ്റെ കൂടെ ഹിപ്നോതെറാപ്പിസ്റ്റ് ആവണം, ഓക്കെ, MSc സൈക്കോളജി കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് വരും, സപ്പോർട്ട് ചെയ്യാം. ഇല്ല ഞാനില്ല, അതെൻ്റെ സപ്പോർട്ടല്ലേ? അല്ല ഒന്നും വേണ്ട എന്ന് പറയും, അങ്ങനെ എന്തെങ്കിലും നിൽക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞുമോളായിട്ടിരുന്നാൽ മതി. എന്തിനായിട്ട് അത് പഠിക്കുന്നു? ഇപ്പൊ അതൊന്നുമില്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അയ്യോ, കാരണം ഇപ്പോൾ ആൾക്കാർ തെറ്റായിട്ട് പറയാറുണ്ട്, ഭരിക്കപ്പെടേണ്ടവളാണ് ഭാര്യ. അല്ല, ഭ എന്ന് വെച്ചാൽ വെളിച്ചം, രാ എന്ന് വെച്ചാൽ ഇരുട്ട്, യാ എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവൾ. അതായത് ഇരുട്ടിലും വെളിച്ചത്തിലും കൂടെയുള്ളവൾ ഭാര്യ. അതിന് വെറുതെ തുടങ്ങി ഇങ്ങനെയൊക്കെയാണോ എന്ന് പറയുന്നതല്ല. അയ്യോ നിങ്ങളെപ്പോലെ മാത്രം നിങ്ങൾക്ക് മാത്രം അങ്ങനെ പൊക്കി പറയുകയും വേണ്ട, കൂടെ നിന്നാൽ മതി. അത് കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, വലിയ ഇതൊന്നുമില്ല. പേഷ്യൻ്റ് ഉണ്ട്, ശരി ഏട്ടാ, അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കാം, ശരി, അങ്ങനെ ആവട്ടെ. അതേപോലെ തന്നെ കുഞ്ഞുമോൾ ആക്ടിങ്ങിലാണ്, ശരി എന്നാൽ നീ ചെയ്ത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ആ ഒരു സ്പേസ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. തീർച്ചയായും. അപ്പോൾ ഒരുപാട് സംസാരിച്ചു. അപ്പോൾ നിങ്ങളുടെ ഈ ബിസി ലൈഫിൽ നിന്ന് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ വളരെ നന്ദി. ഒത്തിരി സന്തോഷമുണ്ട്. ലൈക്ക് അങ്ങനെ ഒരു ടൈം വേണം എന്ന് ചോദിക്കാൻ, അത് ഞങ്ങൾക്ക് തരാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അത് ചോദിച്ചാലും സന്തോഷമുണ്ട്. എനിക്ക് വളരെ വളരെ വളരെയധികം സന്തോഷം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞു കൊടുത്തതാണ്, ഇപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് പറയാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് വർഷങ്ങളോളം ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു.